ബംഗളൂരുവിന്റെ തിരക്കുകളിൽ നിന്ന് മാറി തമിഴ്നാടിന്റെ അതിർത്തി പട്ടണമായ ഹൊസൂരിലെത്തുമ്പോൾ ദൂരെ നിന്ന് തന്നെ നമ്മുടെ കണ്ണിലുടക്കുന്നത് പച്ചപ്പണിഞ്ഞ ഒരു ചെറിയ കുന്നാണ്. ആ കുന്നിൻ മുകളിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന രാജഗോപുരവും അതിനുള്ളിലെ ചന്ദ്രചൂഡേശ്വരർ ക്ഷേത്രവും കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രവും പ്രകൃതിഭംഗിയും ഇഴചേർന്ന ഒരിടമാണ്. ഏതാണ്ട് 1260-കളിൽ ഹൊയ്സാല രാജാവായ തിരുപ്പുവനമല്ല പർവ്വതരാജ അന്തിയൾവാറാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. എങ്കിലും ഇവിടുത്തെ കരിങ്കൽ ചുവരുകളിൽ പതിഞ്ഞുകിടക്കുന്ന ലിഖിതങ്ങൾ ചോള രാജാക്കന്മാരുടെയും വിജയനഗര സാമ്രാജ്യത്തിന്റെയും പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. പണ്ട് കാലത്ത് ചെവിടൈ നായനാർ എന്നറിയപ്പെട്ടിരുന്ന ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ, പ്രപഞ്ചനാഥനായ ശിവൻ തന്റെ ജടയിൽ ചന്ദ്രനെ ചൂടി നിൽക്കുന്ന സങ്കല്പത്തിലാണ് ചന്ദ്രചൂഡേശ്വരൻ ആയി മാറിയത്. ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ആകർഷണം മരകതാംബിക ദേവിയാണ്. പ്രകൃതിയുടെ പച്ചപ്പും ഐശ്വര്യവും കാത്തുസൂക്ഷിക്കുന്നവളാണ് ഈ അമ്മയെന്നാണ് വിശ്വാസം. രോഗശാന്തിക്കായി ഭക്തർ ദേവിക്ക് ഉപ്പും കുരുമുളകും സമർപ്പിക്കുന്നത് ഇവിടുത്തെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 5 പുണ്യതീർത്ഥങ്ങൾ അഥവാ കുളങ്ങൾ ഈ പുണ്യഭൂമിക്ക് ഒരു ശാന്തത നൽകുന്നു. 100ഓളം പടികൾ കയറിയോ അല്ലെങ്കിൽ വാഹനത്തിലോ ഈ കുന്നിൻ മുകളിലെത്താം. മുകളിലെത്തിയാൽ ലഭിക്കുന്ന തണുത്ത കാറ്റും താഴെ പടർന്നു കിടക്കുന്ന ഹൊസൂർ പട്ടണത്തിന്റെ വിശാലമായ കാഴ്ചയും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും. ക്ഷേത്രത്തിന്റെ 7 നില ഗോപുരത്തിലെ കൊത്തുപണികൾ ദ്രാവിഡ വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചോതുന്നു. അവിടെയുള്ള കൂറ്റൻ നന്ദി വിഗ്രഹം ഓരോ ഭക്തനെയും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. ഉത്സവമേളങ്ങൾ മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന തേരോട്ടമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വിശേഷം. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്ന് 3 വലിയ രഥങ്ങൾ വലിക്കുന്ന ആ കാഴ്ച വർണ്ണാഭമാണ്. ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷിക്കുന്ന അതേ സമയത്താണ് ഇവിടുത്തെ ഈ ഗംഭീരമായ ഉത്സവവും നടക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് വെറും 1 മണിക്കൂർ യാത്ര കൊണ്ട് ഇവിടെ എത്താം. രാവിലെയും വൈകുന്നേരവുമാണ് സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുന്നിൻ മുകളിലെ സൂര്യാസ്തമയം കാണാൻ മറക്കരുത്.